ഹലോ ഗൈസ്, ആദ്യമായി തന്നെ പറയട്ടെ, നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഞാനൊരു വടകരക്കാരനാണ്. വടകര ഭാഗത്തുള്ള വർക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് കൂടുതലായി കാണിച്ചു തരിക. പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ ഇത് കാണാൻ ഭയങ്കര താല്പര്യമുള്ളൊരു കണ്ടൻറ്റാണ്, ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ വടകരയുടെ ഹൃദയഭാഗമായ വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് ഉള്ളത്. അപ്പം വടകര ഇപ്പോൾ ഓൾറെഡി NH66 കടന്നു പോകുന്ന പാതയുടെ സമാന്തരമായിട്ട് തന്നെ സർവീസ് റോഡ് രണ്ട് ഭാഗത്തും അതാ പണി പൂർത്തിയാക്കാൻ പോവുകയാണ്. എന്തിനാണ് ഇത്രയും പെട്ടെന്ന് ഇത് ടാറിങ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ പൈലിംഗ് വർക്കുകൾ നടക്കാൻ പോവുകയാണ്. പൈലിംഗ് വർക്കുകൾ നടത്തുന്നത് ഇവിടെ പാലം വരികയാണല്ലോ. അപ്പോൾ കരിമ്പന പാലം മുതൽ പെരുവട്ടത്താഴ വരെയുള്ള ജംഗ്ഷൻ കൈനാട്ടി വരെയാണെന്ന് തോന്നുന്നു. അവിടെ വരെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. എവിടം വരെയാണ്, അതിൻ്റെ പെരുവട്ടം താഴെ വരെയാണോ കൈനാട്ട് വരെയാണോ അതിൻ്റെ പാലം അവസാനിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് വടകരയുടെ കറക്റ്റ് ഹൃദയഭാഗം. കാരണം ഇവിടെ ഒരു ട്രാഫിക് ജംഗ്ഷനാണ്. ഇവിടെ ഇപ്പോൾ ട്രാഫിക് ലൈറ്റുകളൊന്നും ഇല്ല, കാരണം അതൊക്കെ താറുമാറായി കിടക്കുകയാണ്. റോഡിൻ്റെ പണിയാണല്ലോ. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഏത് രാജ്യത്താണെന്ന് എന്ന് അറിയിക്കണേ. വിദേശികളുണ്ടാവും ചിലപ്പോൾ. ഏത് രാജ്യത്തു നിന്നാണ് കാണുന്നതെന്ന് അറിയിച്ചാൽ കൊള്ളായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിൻ്റെ വർക്കുകളാണ്.